ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പുളിമിഠായിയുടെ റെസിപ്പിയുമായിട്ടാണ് വരുന്നത്. ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റിയിൽ നമുക്ക് വീട്ടിൽ തന്നെ പുളിമിഠായി ഉണ്ടാക്കാം. മിക്ക കുട്ടികൾക്കും ഈ പുളിമിഠായിയൊക്കെ നല്ല ഇഷ്ടമാണല്ലോ. എൻ്റെ വീട്ടിലെ കുട്ടികൾക്കും പുളിമിഠായി നല്ല ഇഷ്ടമാണ്. അപ്പം ഞാൻ ഷോപ്പിൽ നിന്നൊന്നും വാങ്ങാറില്ല. ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് കെമിക്കലൊക്കെ അല്ലേ, അതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കാറ്. ആദ്യം നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം ശർക്കര ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണമേ. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചൊഴിക്കണം. ശർക്കര പെട്ടെന്ന് തന്നെ പുളിവെള്ളം ഒഴിച്ചില്ലെങ്കിൽ അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണമേ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ, എങ്കിലേ എനിക്ക് ഇനിയും അടുത്ത വീഡിയോയുമായിട്ട് വരാൻ പറ്റൂ. അതിനുശേഷം ഉപ്പിട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കുറച്ച് കുറുകിയതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇടാവൂ, ഒരു നുള്ളുപ്പ് അത്രയും മതി. അത് കഴിഞ്ഞ് ഒരു അര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. കൈ വിടാതെ നല്ല രീതിയിൽ ഇളക്കി, അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി നല്ല കുറുകി ഈ പരുവത്തിൽ നല്ല കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് എത്രയാണോ നമുക്ക് കുറുകേണ്ടുള്ളത് അത്രയും നമുക്ക് കുറുക്കിയെടുക്കാം. ഞാൻ ഈ പരുവത്തിലാണ് കുറുക്കിയെടുത്തത്. എന്നിട്ട് നമുക്ക് ഇറക്കി വെക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കാക്കി സെർവ് ചെയ്യാം.